ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനഭാഗങ്ങളിൽ നമുക്ക് ഒരു രോഗിയെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. 38 വർഷക്കാലമായിട്ട് ബത്സൈദ കുളക്കടവിൽ ആ കുളം കലങ്ങുമ്പോൾ അതിനകത്ത് ഇറങ്ങി സൗഖ്യം പ്രാപിക്കുമെന്ന വലിയൊരു പ്രതീക്ഷയിൽ കാത്തിരുന്ന 38 വർഷക്കാലം കാത്തിരുന്ന ഒരു വ്യക്തിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി പ്രതീക്ഷ വച്ചിരിക്കുകയാണ്. ഈ കുളത്തിൽ ആദ്യം ഇറങ്ങിയാൽ അവന് സൗഖ്യം വരുമെന്നാണ് അവൻ്റെ ധാരണ. പക്ഷേ അവനെ ആ കുളത്തിലേക്കൊന്ന് ഇറക്കുവാൻ പോലും ആരുമില്ല. അവന് മുമ്പായിട്ട് മറ്റൊരാൾ വന്ന് ആ കുളത്തിലിറങ്ങും. അതോടെ അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടും. വീണ്ടും അടുത്ത വർഷത്തേന് കാത്തിരിക്കും. അങ്ങനെ 38 വർഷക്കാലം കാത്തിരുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിത അവസ്ഥ. പല കാര്യങ്ങളും വളരെ പ്രതീക്ഷയോട് ഡോക്ടർമാരിൽ പ്രതീക്ഷ അർപ്പിച്ചു, അതുപോലെ തന്നെ പണത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു, മക്കളിൽ പ്രതീക്ഷ അർപ്പിച്ചു, സഹോദരങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു, ബിസിനസ്സിൽ പ്രതീക്ഷ അർപ്പിച്ചു. ഇന്ന് കൂടെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കുമെന്ന് കരുതി കാത്തിരുന്നു. നമ്മളെ സഹായിക്കുവാനായിട്ട് സാധിക്കുന്നവർ പോലും നമ്മളിൽ നകന്നു പോയപ്പോൾ നിരാശയുടെയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഇനിയും ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നും കരുതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന അനേക മനുഷ്യർ കർത്താവിനെ ഇനിയും എന്തിനു ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോയവർ, ഇനിയും എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന പ്രതീക്ഷയിൽ, ഇനിയൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഇനിയും എനിക്ക് പോകുവാൻ ഇല്ല ഇടം എന്ന് കരുതിയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള വചനഭാഗം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ഉള്ള അവസ്ഥ അവിടെ തുറന്നു പറയുവാണ്. അവന് അർപ്പിച്ചിരുന്ന അവൻ്റെ പ്രത്യാശകൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നവൻ തിരിച്ചറിയുകയാണ്. അവനെ സഹായിക്കുവാൻ യഥാർത്ഥമായും കടന്നു വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിലേക്ക് അവൻ നോക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിന് വന്ന മാറ്റം കർത്താവ് അവനോട് പറയുന്നു, നീ കിടക്ക എടുത്ത് എഴുന്നേറ്റ് നടക്കുക. ഇന്നും അതേ യേശു ക്രിസ്തു എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വന്ന് നമ്മളോട് പറയുകയാണ്. നമ്മുടെ പാപങ്ങളും അതുപോലെ നമ്മുടെ നിരാശപ്പെട്ട അവസ്ഥകളും ആ കർത്താവിനോടൊന്ന് ഏറ്റുപറഞ്ഞ് ആ ക്രിസ്തു പറയുന്നത് നമ്മൾ വിശ്വസിക്കുക. ക്രിസ്തു എന്താണ് നമ്മളോട് പറയുന്നത് അതനുസരിക്കുക. ആ ക്രിസ്തു തമ്പുരാൻ സ്നേഹത്തോടെ ഇന്നും നമ്മുടെ ഹൃദയവാതിക്കൽ വന്ന് വിളിക്കുമ്പോൾ നിരാശയിലും തകർന്നു കിടക്കുന്ന മകളെ എഴുന്നേൽക്കുക. കർത്താവ് പറയുന്നത് കേട്ട് അടുത്ത് കർത്താവ് എന്താണ് നിന്നോട് പറയുന്നതെന്ന് കേൾക്കുവാൻ അവൻ്റെ പാദപീഠത്തെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ച് ഹൃദയം തുറന്ന് അവനോടൊന്ന് അപേക്ഷിച്ച് നോക്കി. തീർച്ചയായിട്ടും ഈ ജീവിതത്തിനൊരു മാറ്റം വന്നിരിക്കും. കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. നിൻ്റെ ഏത് പ്രതിസന്ധിയിൽ നീ ഇന്ന് ഭാരപ്പെടുന്നുവോ അവരിൽ നിന്ന് കർത്താവ് തീർച്ചയായിട്ടും മാറ്റം വരുത്തും. നമ്മുടെ മക്കൾ അവരിന്ന് ഏത് പ്രശ്നത്തിലാണേലും അവരെ കർത്താവ് തിരികെ വരുത്തും. ഹൃദയം നുറുങ്ങിയുള്ള സമർപ്പണമുള്ള കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ യാചനകളും കർത്താവ് കേട്ട് നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനത്താൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.